ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ ലെക്ചർ സീരീസ് പ്ലാൻ ചെയ്യുന്നത് KTUവിൻ്റെ EST102 പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറഞ്ഞ കോഴ്സിൻ്റെ ലാബ് ക്വസ്റ്റ്യൻസ് സോൾവ് ഔട്ട് ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു ലെക്ചർ സീരീസ് വഴി നിങ്ങൾക്ക് 20ഓളം എക്സസൈസ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രോഗ്രാമിംഗ് പാർട്ട് കിട്ടും. ഇത് കൂടാതെ അൽഗോരിതവും അതിൻ്റെ എക്സ്പ്ലനേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അൽഗോരിതവും പ്രോഗ്രാമും ഞാൻ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ചെന്ന് നിങ്ങൾക്ക് നോക്കാം. ദെൻ ഈ ഒരു കോഴ്സിൻ്റെ പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറയുന്ന കോഴ്സിൻ്റെ തിയറി പാർട്ടും അതിൻ്റെ കൺസെപ്റ്റ് പാർട്ടും വിത്ത് മോർ പ്രോഗ്രാംസും ഞാൻ ഓൾറെഡി ഒരു ലെക്ചർ സീരീസ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് പോയി കാണാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലെക്ചർ സീരീസിലേക്ക് കടക്കാം. ഫാക്ടോറിയൽ ഓഫ് എ ഗിവൺ നാച്ചുറൽ നമ്പർ n യൂസിങ് റിക്കർസീവ് ആൻഡ് നോൺ റിക്കർസീവ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ ആദ്യം എഴുതാം. ഓക്കെ, ആദ്യം ഹാഷ് ഇൻക്ലൂഡ് std.h എഴുതുന്നു, std.h. ദെൻ രണ്ട് ഫംഗ്ഷൻ ഫാക്ട് നമുക്ക് നോൺ റിക്കർസീവ് ഇൻറ്റ് n പാസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇതേപോലെ വേറൊരു ഫംഗ്ഷൻ ഇൻറ്റ് ഫാക്ട് റിക്കർസീവ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റിക്കർസീവ് ഇൻറ്റ് n. ഈ രണ്ട് ഫംഗ്ഷനും എന്താണ് റിട്ടേൺ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഈ ഒന്ന് സേവ് ചെയ്യട്ടെ. fact.c. ഈ രണ്ട് ഫംഗ്ഷനും ഫാക്ടോറിയലാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നോൺ റിക്കർസീവ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, i എന്ന് പറയുന്ന ഒരു വാല്യൂ എൻ്റർ ചെയ്യുന്നു. എനിക്ക് ഇനിഷ്യലി ഫാക്ട് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്താണ്? ഞാൻ 1 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഫോർ i is equal to 1, i less than or equal to n, i plus plus. അല്ലെങ്കിൽ നമുക്ക് ഫാക്ടോറിയൽ എന്ന് പറയുന്ന 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്? 5 into 4 into 3 into 2 into 1. അപ്പോൾ നമുക്ക് ഡിക്രിമെന്റ് രീതിയിൽ ചെയ്യാം. i is equal to n, i greater than or equal to 1, i minus minus. ഓക്കെ, എന്താണ് ഫാക്ടോറിയൽ? ഫാക്ട് is equal to ഫാക്ട് into i. ഓക്കെ, ഫാക്ട് into i. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? 5 into 1 5 കിട്ടും. അടുത്ത പ്രാവശ്യം 4 ആവും. 5 into 4 20. അടുത്ത പ്രാവശ്യം 20 into 3 ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഫാക്ടോറിയൽ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി റിട്ടേൺ ഞാൻ എന്ത് ചെയ്യുന്നു? ഫാക്ട് ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് എന്താണ്? നോൺ റിക്കർസീവ് വേയിൽ ഞാൻ ചെയ്യുന്നതാണ്. ഇനി അടുത്തത് എന്താണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? റിക്കർസീവ് വേയിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. റിക്കർസീവ് വേയിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്കറിയാം n ഫാക്ടോറിയലിൻ്റെ 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വാല്യൂ? 0 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് റിട്ടേൺ 1 ആണ്. 1 ആണ് ആൻസർ. അല്ലാത്ത കേസൊക്കെ എനിക്ക് എന്താ ചെയ്യേണ്ടത്? എനിക്കറിയാം n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ ആണ്. സോ n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ എങ്ങനെ കണ്ടുപിടിക്കും? ഫാക്ട് n മൈനസ് 1 ചെയ്താൽ മതി. ഓക്കെ, ഫാക്ട് റെക്ക് n മൈനസ് 1 ചെയ്താൽ മതി. ഫാക്ട് റെക്ക് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? n ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. n ഫാക്ടോറിയൽ എന്താണെന്ന് എനിക്കറിയാം. n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ n മൈനസ് 1 ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്താൽ മതി? വീണ്ടും ഈ ഫംഗ്ഷൻ തന്നെ കോൾ ചെയ്താൽ മതി. ഓക്കെ, ഇതിനെയാണ് നമ്മൾ റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഒരു ഫംഗ്ഷൻ സെയിം ഫംഗ്ഷനെ ആ ഫംഗ്ഷൻ്റെ അകത്തുനിന്ന് തന്നെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ന് വിളിക്കും? റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. നമുക്കിതിനെ ഒരു എന്തായിട്ട് നമുക്ക് ചെയ്യാം? ഒരു മെനു ഡ്രിവൻ പ്രോഗ്രാം ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇൻറ്റ് n. നമുക്ക് എത്ര ഓപ്ഷൻ ഉണ്ട്? 2 ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റിക്കർസീവ് വേ. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നോൺ റിക്കർസീവ് വേ. ഓക്കെ, തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സിറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. ഇനി വൈൽ 1, അതായത് ഇത് എപ്പോഴും ട്രൂ ആയിരിക്കും. ഓക്കെ, വൈൽ 1. ഇത് എനിക്ക് എന്ത് ചെയ്യാൻ ചോദിക്കാണ്? എൻ്റർ ദി ചോയ്സ്. ഏത് രീതിയിലാണ് എനിക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എൻ്റർ ചെയ്യാൻ പറയും. സോ അത് വാങ്ങിക്കാൻ വേണ്ടി scanf %d &n വാങ്ങിക്കും. ഓക്കെ, ചോയ്സ് വാങ്ങിക്കാൻ വേണ്ടി ഞാനാണെങ്കിൽ ch എന്ന് പറയുന്ന ഒരു വാല്യൂ എടുക്കും. ഓക്കെ, ch. അപ്പോൾ ചോയ്സ് വാങ്ങിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു സ്വിച്ച് കേസ് എഴുതാൻ പോവാണ് ch വെച്ച്. എനിക്ക് എത്ര ഓപ്ഷൻ ഉണ്ട്? 3 ഓപ്ഷൻ ഉണ്ട്. ഏതൊക്കെയാണ്?
കേസ് 1 ആകാം, കേസ് 2 ആകാം, കേസ് 3 ആകാം. ഓക്കെ, കേസ് 3 ആകാം. അപ്പോൾ കേസ് 1 ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? റിക്കേഴ്സീവ് വേയിലല്ലേ ചെയ്യേണ്ടത്. സോ എന്ത് ചെയ്യണം? പ്രിന്റ് എഫ് എൻ്റർ ദി നമ്പർ. ഓക്കെ, നമ്പർ എൻ്റർ ചെയ്യാൻ ചോദിക്കുകയാണ്. scanf %d ampersand n. ഞാൻ നമ്പർ മേടിച്ചു. ഇനി എന്ത് ചെയ്യണം? ഞാനാണെങ്കിൽ ഫാക്ടോറിയൽ പ്രിന്റ് ചെയ്യണം. സോ ആൻസർ റിസൾട്ട് ഇസ് ഈക്വൽ ടു എന്തിനെ കോൾ ചെയ്യണം? അത് %d ഫാക്ടർ റെക്ക് ഓഫ് n. ഫാക്ടർ റെക്ക് ഓഫ് n കോൾ ചെയ്യും. ദെൻ ബ്രേക്ക്. ഇതാണ് 1 ആണ് എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ഇനി ഞാൻ അടുത്ത കേസ് ആണ് എന്നുണ്ടെങ്കിൽ 2 ആണെങ്കിൽ ഞാനിത് ഇത്രയും ആദ്യത്തെ 3 സ്റ്റെപ്പ് സെയിം തന്നെയാണ്. കോൾ ചെയ്യുന്നത് ഏത് ഫംഗ്ഷനെയാണെന്നേ ഉള്ളൂ? നോൺ റിക്കേഴ്സീവ് ഫംഗ്ഷനെ കോൾ ചെയ്യുക. ഇനി തേർഡ് ആണെങ്കിൽ എന്ത് ചെയ്യുക? എക്സിറ്റ് ചെയ്യുക. പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. എക്സിറ്റ് 1 ഞാൻ യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് stdlib എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയലും കൂടെ വേണം. stdlib.h. അപ്പോൾ ഇതാണ് എൻ്റെ പ്രോഗ്രാം. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്തേക്കുന്നു? ഒരു നോൺ റിക്കേഴ്സീവ് ഫംഗ്ഷൻ ഞാൻ ആദ്യം എഴുതി. ദാറ്റ് വിൽ ഫൈൻഡ് ഔട്ട് ദി ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ ഇൻ എ നോൺ റിക്കേഴ്സീവ് വേ. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിക്കേഴ്സീവ് ഫംഗ്ഷനായിട്ട് ചെയ്ത് ഫാക്ടോറിയൽ കണ്ടുപിടിക്കും. ദെൻ എന്താണ്? ഞാൻ ഒരു മെനു ഡ്രിവൻ പ്രോഗ്രാം ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റിക്കേഴ്സീവ് വേ, സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നോൺ റിക്കേഴ്സീവ് വേ, തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സിറ്റ്. ഇനി ചോയ്സ് എൻ്റർ ചെയ്തു. ഫസ്റ്റ് ചോയ്സ് ആണെങ്കിൽ ഞാൻ റിക്കേഴ്സീവ് വേയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കും. സെക്കൻഡ് ചോയ്സ് ആണ് എന്നുണ്ടെങ്കിൽ നോൺ റിക്കേഴ്സീവ് ആയിട്ട് ഞാൻ ചെയ്യും. പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു ഡിഫോൾട്ട് കൂടെ ചെയ്യുന്നു. ഡിഫോൾട്ട് എന്ന് പറയുന്നത് 1ഉം 2ഉം അല്ലാതെ വേറെ ഏതെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ റോങ് ചോയ്സ് എന്ന് പറയുന്ന ഒരു എറർ മെസ്സേജ് ഞാൻ കാണിക്കും. ഓക്കെ, നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. gcc factor.c. ഇവിടെ സെമി കോളൻ എക്സ്പെക്ട് ചെയ്യുന്നെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ റിട്ടേൺ കഴിഞ്ഞിട്ട് സെമി കോളൻ വേണം. ഓക്കെ, എറർ ഒന്നുമില്ല. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? 3 ഓപ്ഷൻ വരുന്നുണ്ട്. ഏതൊക്കെ ഓപ്ഷനാണ്? ഫസ്റ്റ് വൺ റിക്കേഴ്സീവ് വേയിലാണോ വേണ്ടത്? നോൺ റിക്കേഴ്സീവ്. ഞാൻ റിക്കേഴ്സീവ് വേ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ദി നമ്പർ 5 ഫാക്ടോറിയൽ. സോ ആൻസർ എന്ന് പറയുന്നത് 120. അപ്പോൾ ഇവിടെ ഒരു അലൈൻമെൻറ്റ് ഇഷ്യൂ ഉണ്ട്. ആ അലൈൻമെൻറ്റ് ഇഷ്യൂ നമുക്ക് മാറ്റിയിട്ട് ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ലാസ്റ്റ് ഇവിടെ ഒരു /n വേണം. റിസൾട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു /n കൊടുക്കുന്നു. ഓക്കെ, ഇവിടെയും റിസൾട്ട് കഴിഞ്ഞിട്ടൊരു /n കൊടുക്കും. നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് ഓപ്ഷൻ കിട്ടിയിരിക്കുകയാണ്. ഫസ്റ്റ് വൺ റിക്കേഴ്സീവ് വേയിൽ വേണോ? ഫസ്റ്റ് വൺ ഞാൻ റിക്കേഴ്സീവ് വേയിൽ പറഞ്ഞു. എൻ്റർ ദി നമ്പർ 5 ഫാക്ടോറിയൽ. 120 ആണ് റിസൾട്ട്. നോൺ റിക്കേഴ്സീവ് വേയിൽ ഞാൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് 4 ആണ്. സോ 4ൻ്റെ ആൻസർ 24 ആണ്, കറക്റ്റ് ആണ്. ഞാനൊരു റോങ് ചോയ്സ് എൻ്റർ ചെയ്യാണ്. സോ റോങ് ചോയ്സ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. ഞാൻ എക്സിറ്റ് ചെയ്യാണ്. സോ പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ചെയ്തതാണ് നോൺ റിക്കേഴ്സീവ് വേയിലും റിക്കേഴ്സീവ് വേയിലും ഫംഗ്ഷൻ ഉപയോഗിച്ച് ഫാക്ടോറിയൽ കണ്ടുപിടിക്കേണ്ട പ്രോഗ്രാം. ഓക്കെ.